നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വൺപ്ലസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന വൺപ്ലസ് നോഡാണ്. വൺപ്ലസ് നോഡ് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലായി തന്നെ ഇതിൻ്റെ മുഴുവൻ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. ഈ ബോക്സ് കാണാൻ തന്നെ വളരെയധികം ഭംഗിയുണ്ട്. ഇത് 3 വേരിയൻ്റ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. 4GB 64, 8GB 128 ആൻഡ് 12GB 256. അതിൽ 4GBയുടെ വില 24,999 ആണ്. അതുപോലെ 8GBയുടെ വില 27,999 ആണ്. അതുപോലെ 12GB 256ൻ്റെ വിലയാണ് 29,999. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 256 തന്നെയാണ്. ഇതിൽ നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിനെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് എന്താണ് ദിസ് ഫേ നോഡ് എന്നാണ് ഇതിനകത്ത് മെയിനായിട്ട് ആദ്യം കാണിച്ചിരിക്കുന്നത്. നോഡ് എന്നതിനെപ്പറ്റി ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോയുടെ ആദ്യം തന്നെ നോഡ് എന്താണെന്ന് നിങ്ങൾക്ക് വിശേഷിപ്പിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്കിത് ഓരോന്നായിട്ട് ഇത് ചെയ്യാം. ആദ്യം ഇതിൻ്റെ സ്ക്രീനിങ് പ്രൊട്ടക്ഷൻ എടുത്ത് മാറ്റാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു വളരെയധികം നല്ല രീതിയിലാണ് അത് പാക്കേജിങ് ചെയ്തേക്കുന്നത് തന്നെ. അതിൻ്റെ സ്റ്റൈലിഷ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഫസ്റ്റിലെ തന്നെ അതിനകത്ത് അതിൻ്റെ ജേർണി മുഴുവനും അവർ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഹൗ ദേ ബിൽഡ് ദ വൺപ്ലസ് നോഡ് എന്ന്. നോഡിൻ്റെ ഒരു സ്റ്റിക്കേഴ്സാണ് അത് കഴിഞ്ഞിട്ട് തന്നിരിക്കുന്നത്. സ്റ്റിക്കേഴ്സ്, ഒരു വെൽക്കം ലെറ്റേഴ്സ് അതിനകത്തുണ്ട്. ആപ്പിൽ തന്നെ സ്ക്രീൻ പ്രൊട്ടക്റ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം. പിന്നെ അതിനെ നമ്മൾ ഇജക്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന പിന്ന്, അതുപോലെ തന്നെ റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു മെമ്പർഷിപ്പ് കാർഡും ഇതിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന റെഡ് കേബിൾ ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50GBയുടെ ഒരു ക്ലൗഡ് സ്റ്റോറേജ് നിങ്ങൾക്ക് ഈ മെമ്പർഷിപ്പിലൂടെ കിട്ടുന്നതാണ്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയാം നിങ്ങൾക്ക്. നെക്സ്റ്റ് ഇതിനകത്തുള്ളത് ഇതിനകത്തായിട്ട് ഒരു കവറാണ്. അതായത് പ്ലാസ്റ്റിക് TPU പ്ലാസ്റ്റിക് ജെൽ കേസാണ് നിങ്ങൾക്കുള്ളത്. അതിൻ്റെ കൂടെ തന്നെ സേഫ്റ്റി ഇൻഫർമേഷൻ്റെ ഒരു കാർഡും SARൻ്റെ ഡീറ്റെയിൽസും അടങ്ങുന്നതാണ്. നമുക്ക് ഈ ടെക്സ്ചറുള്ള ഈ TPU പ്ലാസ്റ്റിക് ജെൽ കേസ് വളരെയധികം നല്ലതാണ്. നല്ല ക്വാളിറ്റിയുള്ള കേസ് കവർ തന്നെയാണ്. നല്ല ഒരു കേസ് കവർ തന്നെയാണെന്ന് പറയാം TPU പ്ലാസ്റ്റിക് ജെൽ കേസ്. നെക്സ്റ്റായിട്ട് അതിൻ്റെ കേബിൾ USB കേബിൾ ആണ്. അത് റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബ്ലാക്ക് ബ്ലൂ ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ചാർജറാണ്. USB-C ടൈപ്പ് ചാർജർ ആണ്. C ടൈപ്പ് 30T വാട്ട് ചാർജറാണ് ഇതിനകത്ത് കൂടെ ഉള്ളത്. ഫോണിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫോണിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ വളരെ സേഫ്റ്റി ആയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്കും ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ കൊണ്ട് അവർ സേഫ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2400x1080 ആണ്. 408 ppi പിക്സൽ പെർ ഇമേജ് ആണ് ഇതിന് കിട്ടുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 6.44 ഇഞ്ച് AMOLED ആണ് ഡിസ്പ്ലേ ഇതിന് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി വളരെ മികച്ചതായിരിക്കും എന്ന് പറയാൻ സാധിക്കും. ഇതിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറയുന്നത് 90 Hz ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് PUBG പോലുള്ള ഗെയിമുകൾ വളരെ അനായാസമായിട്ട് ഇതിനകത്ത് കളിക്കാൻ സാധിക്കുകയാണ്. അങ്ങനെ അനായാസമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 4115 mAh ബാറ്ററിയാണ്. ഇതിൻ്റെ ഈ വേരിയൻ്റ് എന്ന് പറയുന്നത് ഗ്രേ ഒണിക്സ് കളറിൻ്റെയാണ്. 2 വേരിയൻ്റാണ് ഉള്ളത്. ഒന്ന് ബ്ലൂ മാർബിൾ ആൻഡ് സെക്കൻഡ് ഈസ് ഗ്രെയിൻ ഓണിക്സ് ആണ്. ഇതിൻ്റെ SAR വാല്യൂ എന്ന് പറയുന്നത് 1.08 ഹെഡിനും 0.78 ആണ് ബോഡിക്കുള്ളത്. ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ വേരിയൻ്റ് എന്ന് പറയുന്നത് 4GB എന്നുള്ളത്. അത് നമുക്ക് സെപ്റ്റംബറിലേ കിട്ടുകയുള്ളൂ. ഇതിൻ്റെ ഒരു സ്റ്റിക്കേഴ്സാണ്. അതുപോലെ ഈ മെമ്പർഷിപ്പ് കാർഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. യൂസേഴ്സിനെല്ലാം കിട്ടുന്ന ഒരു ഓഫറാണിത്. എല്ലാ യൂസേഴ്സിനും റെഡ് കേബിൾ ക്യാപ്പ് മെമ്പർഷിപ്പ് കിട്ടും. അതിലൂടെ കിട്ടുന്നത് 50GB ക്ലൗഡ് സ്റ്റോറേജാണ്. അത് നമുക്ക് സെറ്റിങ്സിൽ പോയി അതിനകത്ത് ലോഗിൻ ചെയ്താൽ കിട്ടും. ഇത് 2 തരത്തിലുള്ള പവർ ബട്ടണും സ്പ്ലിറ്റ് ബട്ടണുമുണ്ട്. സൈഡ് ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന 2 തരത്തിലുള്ള, മുകളിലും താഴെയുമായിട്ട് നോയ്സ് റിഡക്ഷൻ മൈക്കുകളുണ്ട്.
ഇതിൻ്റെ സിം സ്ലോട്ട് കൊടുത്തിരിക്കുന്നതും താഴെ ഭാഗത്ത് തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ OnePlusൻ്റെ ഫസ്റ്റ് ഡ്യുവൽ ഫ്രണ്ട് ക്യാമറയാണ്. 32 MP ആൻഡ് 8 MP ഫോർ വൈഡ് ആംഗിൾ. 119 ഡിഗ്രി വൈഡ് ആംഗിളാണ് ഈ ക്യാമറ തരുന്നത്. വളരെ നല്ല സെൽഫി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് OnePlus Nord. ഫോണിൻ്റെ ഇടതുഭാഗത്ത് മുകളിലായി അപ്പ് ആൻഡ് ഡൗൺ വോളിയം ബട്ടൺ, മുകളിലും താഴെയും നോയ്സ് റിഡക്ഷൻ മൈക്ക്, റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടണും സ്ലൈഡർ ബട്ടണും കാണാം. അതുപോലെ തന്നെ ഇതിന് 4 ക്യാമറകളാണുള്ളത്. ക്യാമറ 48 MP ഒന്നാമത്തെ ക്യാമറ, സോണി IMX586 സെൻസർ കൊടുത്തിരിക്കുന്നു. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഒരു ഫോണിൽ ക്യാമറയിൽ തന്നെ നൽകിയിരിക്കുന്നത് ക്യാമറയെ മറ്റുള്ള ഫോണുകളിൽ നിന്നും മികച്ചതാക്കുന്നു. വൈഡ് ആംഗിളിനായി 8 MP 119 ഡിഗ്രി വൈഡ് ആയ ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ വളരെയധികം ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ 2 MP ഒരു മൈക്രോ ലെൻസ് ക്യാമറ അതിന് താഴെയായി വരുന്നു. അതിനുശേഷം 5 MP ഒരു ഡെപ്ത് സെൻസർ അതിന് താഴെയായി കൊടുത്തിരിക്കുന്നു. അങ്ങനെ ടോട്ടൽ 4 ക്യാമറകളാണ് ഇതിനുള്ളത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് OxygenOS ബേസ്ഡ് Android 10 ആണ്. ഇതിൻ്റെ പ്രോസസ്സർ Snapdragon 765G 5G മൊബൈൽ പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 184 ഗ്രാം മാത്രമാണ്. ഇതിൻ്റെ തിക്നെസ് 8.2 mm. അതുകൊണ്ട് തന്നെ മറ്റ് ഫോണുകളെ അപേക്ഷിച്ച് വളരെ ലൈറ്റ് വെയ്റ്റ് ഫോൺ എന്നതിനെ നമുക്ക് സൂചിപ്പിക്കാം. ഇതിൻ്റെ കളർ വേരിയേഷൻ ബ്ലൂ മാർബിൾ ആൻഡ് ഗ്രേ ഒണിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ റിഫ്രഷ് റേറ്റും 90 Hz ആണ്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായി നമുക്ക് ഗെയിമുകളും ഫോട്ടോകളും കണ്ടിന്യൂസ് വീഡിയോകളും എല്ലാം ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് 4115 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ LED ഫ്ലാഷോട് കൂടിയ മൾട്ടി ഓട്ടോ ഫോക്കസും 4K 1080 പിക്സൽ വീഡിയോ നമുക്ക് ഇതിൽ അനായാസം ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഫൈനലി വി ക്യാൻ സേ ഒരു മിഡ് റേഞ്ചിലുള്ള 5G ഫോണാണ് OnePlus Nord. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സുകൾ താഴെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.